ഹലോ, അപ്പം നല്ല എസ്തെറ്റിക്കും പിന്നെ ചെറുതായിട്ടൊരു വിൻറ്റേജ് ടച്ചൊക്കെയുള്ളൊരു വോൾ ഡെക്കർ ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാൻ മെയിനായിട്ടൊരു കുപ്പിയുടെയോ മറ്റേ ഇതുപോലൊരു പോർഷനും പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസും മാത്രം മതി. ഇനി കുപ്പിയുടെ ഭാഗം വീഡിയോയിൽ കണ്ടതുപോലെ ഒട്ടിച്ച് അതിൻ്റെ താഴെ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പുറത്തോടെ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കുക. ഒക്കെ സെയിം ഹൈറ്റ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അതില്ലെങ്കിൽ പെയിൻറ്റ് വെച്ച് വുഡൻ ടെക്സ്ചർ ചെയ്തെടുത്താലും മതി. ഇനി ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക. പിന്നെ ഒരു വിൻറ്റേജ് ടച്ച് കിട്ടാൻ ജ്യൂട്ടാണല്ലോ മെയിൻ, അതുകൊണ്ട് ഞാൻ ജ്യൂട്ട് യൂസ് ചെയ്തു എന്ന് മാത്രം. ഇനി 2 വിൻഡോസ് വരച്ചെടുക്കുക. അതിൻ്റെ 2 സൈഡിലും കുറച്ച് പോർഷൻ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ അത് വെട്ടിയെടുക്കുക. എന്നിട്ട് അത് വെച്ച് വിൻഡോയ്ക്ക് ആവശ്യമുള്ള സ്പേസ് മാർക്ക് ചെയ്ത് ഒരു ആർച്ച് വരച്ചെടുക്കുക. ഈ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പേസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ആർച്ച് വരച്ചെടുക്കാൻ. ഇനിയാണ് മെയിൻ കല്ലുപണി. കുറച്ച് കാർഡ്ബോർഡ് പീസോ ഫോം ബോർഡോ ഇതുപോലെ ചെറിയ റെക്റ്റാങ്കിൾ പീസായിട്ട് വെട്ടിയെടുക്കുക. ഇനി അത് വീഡിയോയിൽ കാണുന്ന പോലെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുക്കുമ്പോൾ കല്ലുകൾക്കിടയിൽ അത്യാവശ്യം കുറച്ച് സ്പേസ് വിട്ടൊട്ടിക്കണേ, എങ്കിലത് കാണാനൊരു ഭംഗിയുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ച വിൻഡോസ് ആർച്ചിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഇനി അതല്ലെങ്കിൽ സിമ്പിളായിട്ട് വിൻഡോസ് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഈ ആർച്ചിന് ചുറ്റും നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസസിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ സൈസിൽ ബ്രിക്സ് കട്ട് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ച് വെക്കുക. ഇനി ഒരു പെൺകുട്ടി വിൻഡോയുടെ ഉള്ളിലൂടെ നോക്കുന്ന പോലെ സെറ്റ് ചെയ്യാം. അതിനായിട്ടൊരു പേപ്പറിൽ ഇതുപോലെ വരച്ചെടുത്തോ ഇനി സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചോ ഒട്ടിച്ചെടുക്കാം കേട്ടോ. സത്യത്തിൽ ഇത് ഇങ്ങനെ കാണാൻ നല്ല എസ്തെറ്റിക് ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമിതാവേശം കാരണം കുറച്ച് റിയലിസ്റ്റിക് ആയിക്കോട്ടെ എന്ന് കരുതി പെയിൻറ്റ് കൂടി അടിച്ചു കൊടുത്തു. അപ്പോൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്കാണോ അതോ ആദ്യത്തെ ലുക്കാണോ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് പൂവോടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോൾ ഡെക്കർ സെറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.